എന്തോ പറയാൻ എന്നെ വിട്ട് അല്ലല്ല. എടാ കൊച്ചു ഞാൻ പത്രം ഇങ്ങോട്ട് എടുത്തേ. ഞാൻ കൊച്ചു നോക്കിയിരിക്കണ്ടോ? എടി ലൂസിയെ അമ്മച്ചി ചായ കുടിക്കും. എത്ര ദിവസം വിളിക്കുന്നത് ഇന്നലെ വീട്ടിലായിട്ട് പോയി ഇതൊക്കെ പത്രം എടുക്കാൻ എന്നോട് തരുമോ? അമ്മച്ചി പത്രം ഈ പത്രം എടുത്ത് അമ്മച്ചിക്ക് അങ്ങോട്ട് വായിക്കുന്നു. അമ്മച്ചിയുടെ കൈക്കുള്ള അല്ല വലിയ കുഴപ്പം. എന്ത് പറഞ്ഞത് എനിക്ക് സൗകര്യമില്ല. ഇന്ന് എന്നെ മുമ്പോട്ടിക്കൊണ്ട് വന്ന് എന്റെ കാര്യം നോക്കാൻ ഇവിടുത്തെ ജോലി ചെയ്യാനുമാണ്. എന്നാൽ പിന്നെ മോനോട് പറഞ്ഞ് വേലക്കാരെ വെക്കാൻ പോയായിരുന്നു. എന്റെ ആവശ്യമുണ്ടോ ഇവിടെ? അതോടെ നിനക്ക് ഞാനൊരു വേലക്കാരുടെ വില പോലും തന്നിട്ടില്ല. എന്റെ അമ്മ നാളും ഇരിക്കും. എനിക്കൊരു 100 പണി കിടക്കും. ഞാൻ പോവാ. ഓ ചെല്ല് മഴ അറിയില്ലേ അവിടെ? അമ്മേ ചായതാ, ഞാൻ പോട്ടെ. ഞാൻ തവത്തോടെ ചായ എടുത്ത് കുടിക്കരുതോ? അമ്മച്ചി കടത്തോട്ടെ ചായ കിട്ടത്തില്ല. ഞാൻ അമ്മച്ചിയുടെ ഒച്ചുമോളല്ലേ, എനിക്ക് ചായ ഇവിടെ കിട്ടും. മോളെ നീ പള്ളിയിൽ പോയില്ലയോ? അല്ല പിന്നെ ഞാൻ എടുത്തോളാനാ. പള്ളിയിൽ പോയിട്ട് സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു. ഹലോ, ആ ഞാൻ വരുക. അയ്യോ മോനെ ചായ കുടിക്കാൻ വന്ന പള്ളിയിൽ പോയി. ഏത് സമയം പോണം തന്നെ എവിടുത്തെ ദിവസം അവസാനിക്കും. അതിരിക്കട്ടെ, രാവിലെ ഇടിയപ്പം പൊട്ടക്കറി ഉണ്ടാക്കട്ടെ. എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നീ ഉണ്ടാക്കത്തുള്ളൂ. അമ്മച്ചിക്ക് ഇടിയപ്പം പൊട്ടക്കറി ഇഷ്ടമില്ലയോ? അതുകൊണ്ടല്ലേ അത് ഉണ്ടാക്കുന്നത്. ഞാൻ എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഒന്നും ഉണ്ടാക്കുന്നത്. ഓ സമ്മതിച്ചു, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാം. ഓ എന്തോ പറയാനായി, ഇവിടെ ഒരു സ്വസ്ഥതയും തരത്തില്ല. എപ്പോഴും അമ്മ വഴക്കായെന്നോട്. ഞാൻ എന്തോ ചെയ്യാനാ? ഒരു ഇരിപ്പിരുന്ന് അവിടെ എല്ലാം കൊണ്ടു കൊടുക്കണം. ഒരു പച്ചക്കറി പോലും ഒന്ന് അരിഞ്ഞു തരാൻ പറ്റത്തില്ല. എന്തോ കഷ്ടമാടി എന്റേത്. എടി എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാനും അമ്മയും കൂടെ എല്ലാ പണികളും ചെയ്യുന്നത്. അമ്മ ഞാനും കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നത് അങ്ങനെയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. ഓ അതിന്റെ ഒരു ഭാഗ്യം. എന്റെ തലവരെ ഇങ്ങനായി പോയി. അതെല്ലാം മാറും, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഇപ്പം വരുമ്പോഴേ പോകണം. അല്ല നിങ്ങൾ എന്നും പള്ളി വരുന്നില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇതിലെ വരാൻ നമ്മൾ ഒരുമിച്ച് പോകാമെന്ന്. എനിക്കൊന്നും വയ്യ. എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. ഇതൊക്കെ ആർക്കാണ് ഇല്ലാത്തത്? നമ്മൾ ഒരേ പ്രായക്കാരല്ലേ? എനിക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഞാൻ തന്നെ പോകുന്നില്ലേ? ഞാൻ എല്ലാ ആഴ്ചയും പറയുന്നു. ലൂസി, നീ ഇന്നും പള്ളിയിൽ വരുന്നില്ലേ? അച്ഛന്മാർ നിങ്ങളെ എപ്പോഴും തിരക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുവഴി വന്നത്. നിങ്ങളോട് എന്തിനാ കേൾക്കുന്നത്? അച്ഛന്മാർക്ക് ഈ വീട് അറിയത്തില്ലേ? ഓ ഞാനൊന്നും വരുന്നില്ല. 6 ദിവസം ജോലിക്ക് പോകണം. ഞായറാഴ്ച ഒരു ഫ്രീ കിട്ടുന്ന ഈ വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്. ഞാനും നിന്റെ കൂടെ ജോലിക്ക് പോകുന്നതല്ലേ എന്നും പറഞ്ഞാൽ ഞാൻ ആരാധനയൊന്നും മുടക്കാറില്ല. എന്നും 9 മണിയാകുമ്പോൾ മുമ്പ് എഴുതണം. 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഇന്നെങ്കിലും വീട്ടിൽ തന്നെ കാര്യമൊന്നും നോക്കാൻ. നമുക്ക് പോവാം. അച്ഛൻ നിങ്ങളെ പള്ളി കാണുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തിരക്കാനും വിളിക്കാനുമാണ് ഞങ്ങൾ വന്നത്. അതെ, മോളെന്തേ? കൊച്ചുമോളെന്നില്ലേ? അവളും വരുന്നില്ലേ? ഓ അവള് രാവിലെ പള്ളിയിൽ പോയി. എന്നാ ഞങ്ങളും പോവുക. ഓ ഇതിൽ വായിക്കാനൊന്നുമില്ല. ടി വി അങ്ങനെ നോട്ട് ചെയ്തിട്ട് വല്ല സിനിമയും കാണാമായിരുന്നു. നമുക്ക് ആഹാരം കഴിക്കും. എടി ആ ടി വി നോട്ട് ചെയ്തേ. ഞാൻ അത് കണ്ടുകൊണ്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ. ഹലോ ആരാ? ഹലോ, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ മകളാണോ അന്ന? നിങ്ങൾ അത്യാവശ്യമായിട്ടുള്ള വരെ വരണം. അയ്യോ അവൾ രാവിലെ പള്ളി പോയാണല്ലോ. പിന്നെന്താ പറ്റി? ഞാനിപ്പോ വരുന്നേ. നീ ഇതാ എങ്ങോട്ടാടി? ആരാടി വിളിച്ചേ? ഒന്നുമില്ല പക്ഷെ ഞാൻ ഇപ്പൊ വരാം. ആ മോളോ, എന്നെ കണ്ടിട്ട് എത്ര നാളായിട്ട്? ഇനി എത്ര നാളായിട്ടൊന്ന് വന്നിട്ട്? ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. ചേച്ചി എന്തേ അമ്മേ? അവൾ ആരുടെ ഫോൺ വന്ന് നമ്മൾ ഫോൺ കണ്ടു. ആ അമ്മ എന്ത് കഴിക്കുന്നേ? ഇടിയപ്പം മുട്ടക്കറിയായിരുന്നോ? ചേച്ചി ഉണ്ടാക്കിയതല്ലേ, നല്ല സൂപ്പർ ആയിരിക്കും. വാ മോളെ, നമുക്ക് കഴിക്കാം. അമ്മ ഇന്നും പള്ളിയിൽ പോയില്ലേ?
ഓ എനിക്കൊന്നും വയ്യ കുഞ്ഞെ, എന്റെ കാലിലെല്ലാം വേദന, 10-20 വയസ്സായില്ലേ. അമ്മയോട് പറയാനൊന്നും എനിക്ക് വയ്യ. ചേച്ചി വന്നപ്പോ മുതൽ അമ്മയ്ക്ക് റെസ്റ്റ് അല്ലേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ദിവസവും 1/2 മണിക്കൂർ വെച്ച് നടക്കണമെന്ന്? ഓ എനിക്കൊന്നും വയ്യ, ഡോക്ടർമാർ അങ്ങനെ പലതും പറയും, എനിക്കൊന്നും വയ്യ അങ്ങനെ നടക്കാനൊന്നും. നീ നിന്റെ കാര്യം നോക്കുന്നേ. മോളെ കുഞ്ഞുങ്ങളെ നീ കൊണ്ടുവരാഞ്ഞേ? അവരെ കണ്ടിട്ട് എത്ര നാളായി? പള്ളിയിലെ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ ഇനി പോകുന്ന അമ്മ. പിള്ളേര് സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു. അമ്മയെ ചേച്ചി ചോറൊക്കെ വെച്ചിട്ടാണോ പോയത്? ആർക്കറിയാം, ഞാൻ അടുക്കള കയറിയിട്ട് നാളുകളായി. ദോഷമാ അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. എന്ത് ദോഷം? ഞാൻ എന്താ ചെയ്തു? അമ്മയുടെ മോന്റെ കാര്യമല്ലേ, ചെറിയ ജോലികളൊക്കെ ചെയ്ത് അമ്മ ചേച്ചിയെ സഹായിക്കണം. എന്നെ കാണുന്നത് പോലെ അമ്മ ചേച്ചിയെ കാണണം. ഉണ്ടായിരുന്നു കഴിക്കോ വെച്ചേ? ഓ പള്ളിയിലൊക്കെ കഴിഞ്ഞോ? നേരത്തിലായിരുന്നു. പള്ളിയിൽ കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇതുവഴി വന്നത്. ഇന്ന് കൊച്ചച്ഛനായിരുന്നു. അല്ല, അന്ന കൊച്ചു പള്ളി പോയെന്നല്ലേ രാവിലെ പറഞ്ഞത്? പള്ളിയിലേക്കും ആ കൊച്ചു വന്നിട്ടില്ല. 3 ആഴ്ചയായി സൺഡേ സ്കൂളിൽ കണ്ടിട്ടെന്ന് ജോലി സാർ പറഞ്ഞു. അല്ല, പള്ളിയിൽ പോയ കൊച്ചിന് എന്ത് പറ്റി ചേച്ചി? ഓ അവള് പള്ളിയിലേക്ക് പോയതല്ല, ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ പള്ളിയിലെന്ന് പറഞ്ഞു പോയത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു. അവരെനിക്ക് ജ്യൂസിൽ ഡ്രഗ്സ് കളഞ്ഞു തന്നു. ഞാൻ അറിയാതെ ഞാൻ കുടിച്ചു. ഞാൻ അപ്പത്തന്നെ മയങ്ങി വീണു. അവരെന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് പോയി കളഞ്ഞു. ഞാൻ അമ്മയുടെ നമ്പർ നേഴ്സിന് കൊടുത്തു. നേഴ്സ് അവർച്ചുള്ള അമ്മയെ വിളിച്ച്. എടി മോളെ, കൂട്ടുകാരൊക്കെ നല്ലതാണ്, പക്ഷേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അതെങ്ങനെയാ? വളർത്തുന്ന ദൈവമല്ലയോ? മോളെ നോക്കാൻ വല്ല ഒരു സമയമുണ്ടോ? നിർത്തുന്നതിന്റെ വർത്തമാനം. അവൾ ജോലിക്ക് പോകണം, സമ്പാദിക്കണം, വീട്ടിലെ പണി ചെയ്യണം. മരുമോൾ വന്നപ്പോ മുതൽ അവൾക്ക് റെസ്റ്റ്. നിനക്ക് ആ കുഞ്ഞിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ വയ്യായിരുന്നു. പിന്നെ കൊച്ചുങ്ങൾ പോകുന്ന പോലെ എനിക്ക് പോകാൻ പറ്റുമോ? നീയാണ് കുറ്റക്കാരി. പ്രായമായ സ്ത്രീകള് വീടിന്റെ വിളക്കാണ്. നീയല്ലേ കുഞ്ഞിനെ തലത്തൊട്ടത്? അതെന്റെ അവകാശമല്ലേ? അപ്പൊ നിനക്ക് അവകാശമൊക്കെ അറിയാമല്ലേ? അപ്പൊ മാമോദിസമൊക്കെ അച്ഛൻ തലത്തൊട്ടമ്മയ്ക്കൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നോ? ഈ കുഞ്ഞിനെ ആത്മീയമായിട്ട് വളർത്തേണ്ട ചുമതല നിന്നെ അല്ലായിരുന്നു ഏൽപ്പിച്ചത്? ഓ അതൊക്കെ ഞാൻ ഓർത്തിരിക്കുവാണോ? അച്ഛന്മാരെങ്ങനെ വല്ലതും പറയും, പിള്ളേർ പറഞ്ഞ അപ്പൻ്റെ അമ്മയുടെ ചുമതലയാണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കും. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. അമ്മച്ചി, നമുക്ക് ഈ കുടുംബത്തിൽ ഒരു മാറ്റം വരുത്താം. നമ്മുടെ കുഞ്ഞ് ഒരു വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇതിന് ഉത്തരവാദിത്തം നമ്മൾ രണ്ടുപേരുമാണ്. ശരി മോളെ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇന്നു മുതൽ നമ്മുടെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയും പള്ളിയിലെ ആരാധനയ്ക്ക് നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കും. ഇവിടെ വന്ന മാറ്റം കണ്ടിട്ട് വളരെ സന്തോഷമായി. മക്കളെ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ തെറ്റുകാരോ കുറ്റക്കാരോ ആയി ജനിക്കുന്നില്ല. അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് അവരെ തെറ്റിലേക്ക് നയിക്കുന്നത്. അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളുമാണ്. ആദ്യം ഭവനങ്ങളിൽ മാറ്റമുണ്ടാകണം. വരും തലമുറകൾ നശിക്കാതിരിക്കുവാൻ നമ്മൾക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. 2025 പുതിയ മാറ്റത്തിന്റെ തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു.